മാണിമൂലയിൽ മണ്ണിനടിയിലെ അറയിൽ നിന്ന് വെള്ളിയാഴ്ച പുരാവസ്തുവകുപ്പ് അധികൃതർ ചരിത്രകാലത്തെ അമൂല്യ വസ്തുക്കൾ കണ്ടെടുത്തു. മഹാശിലാ സംസ്കാര കാലത്ത് മനുഷ്യർ നിർമ്മിച്ച് ഉപയോഗിച്ച വിവിധ വസ്തുക്കളാണ് 6 ദിവസത്തെ തിരച്ചിലിനൊടുവിൽ ലഭിച്ചത്. രാവിലെ അറയുടെ അകത്തെ മണ്ണ് നീക്കി തുടങ്ങിയപ്പോൾ തന്നെ വിവിധ വസ്തുക്കൾ ലഭിച്ചു. അർദ്ധമൂല്യക്കൽ മുത്ത് വിഭാഗത്തിൽപ്പെട്ട കാർണീലിയൻ മുത്തുകളാണ് ഇവയിൽ പ്രധാനപ്പെട്ടത്. ഇവ 36 എണ്ണം ലഭിച്ചു. കറുത്ത ബാൻഡഡ് അഗറ്റ് വിഭാഗം മുത്തുകൾ 2 എണ്ണമുണ്ട്. മഴു, ഉളി ഉൾപ്പെടെ 6 ഇരുമ്പ് ഉപകരണങ്ങൾ കണ്ടെത്തി. ചെറിയ കോപ്പകളായ മൺപാത്രങ്ങളും അസ്ഥികളും ലഭിച്ചു. രഹസ്യ അറയുടെ മധ്യത്തിൽ ചതുരാകൃതിയിലുള്ള കല്ലിൽ തീർത്ത തൂണുണ്ടായിരുന്നു എന്നാണ് കരുതുന്നത്. പൊട്ടിയ തൂണിന്റെ 3 കഷ്ണങ്ങൾ കണ്ടെത്തി. അർദ്ധഗോളാകൃതിയിലുള്ള അറയ്ക്ക് 2.70 മീറ്റർ വ്യാസവും 95 സെന്റിമീറ്റർ ഉയരവുമുണ്ട്. ഏപ്രിൽ 4-നാണ് ആദ്യമായി ഇവിടെ മൺപാത്രങ്ങൾ ഉൾപ്പെടെയുള്ള പുരാതന വസ്തുക്കളുടെ ശേഖരം കണ്ടെത്തിയത്. കുടിവെള്ളം എത്തിക്കാൻ പൈപ്പ് സ്ഥാപിക്കാനായി റോഡരികിൽ മണ്ണുമാന്തിയ യന്ത്രം ഉപയോഗിച്ച് കുഴിച്ചപ്പോഴായിരുന്നു ഇത് കണ്ടെത്തിയത്. കണ്ടത് അത് തന്നെ എൻ്റെ സ്ഥലത്തിൻ്റെ ഞാൻ പറഞ്ഞിട്ട് ഈ സൈഡാക്കിന് പൈപ്പ് ഇടാൻ കലം കിട്ടീന് പൈപ്പ് ഇടാൻ കിട്ടീന് അത് ഞാൻ പറഞ്ഞിട്ട് തന്നെ. വ്യത്യസ്ത ആകൃതിയും വലിപ്പവുമുള്ള കേടുപറ്റാത്ത 15 പാത്രങ്ങൾ, ഇരുമ്പു കത്തി, മൺപാത്രങ്ങളുടെ പൊട്ടിയ ഭാഗങ്ങൾ, 4 കാലുള്ള 5 മൺപാത്രങ്ങൾ, വിവിധ വലുപ്പത്തിലുള്ള മൺചട്ടികൾ, നന്നങ്ങാടിയുടേതെന്ന് കരുതുന്ന വലിയ പാത്രത്തിന്റെ അടുപ്പിന് ഉപയോഗിക്കുന്ന രീതിയിൽ നിർമ്മിച്ച 3 കല്ലോടുകൂടിയ ലോഹത്തട്ട്, പേന, കത്തി പോലുള്ള ഇരുമ്പായുധങ്ങൾ, കൂട്ടയുടെ വലിപ്പമുള്ള ലോഹപാത്രത്തിൽ അസ്ഥി കഷ്ണങ്ങൾ, നന്നങ്ങാടിയുടെ അടപ്പു പോലുള്ള വലിയൊരു പാത്രം തുടങ്ങിയവയായിരുന്നു അന്ന് ലഭിച്ചിരുന്നത്. കല്ലിൻ്റെ അടുപ്പുണ്ടെന്ന്, പിന്നെ കലം, ഇരുമ്പിൽ കത്തി, പിന്നെ ചെറിയ എല്ലിൻ്റെ കഷ്ണം കുറേ ഉണ്ടായിരുന്നു. ഒരു പട്ടിയിൽ, പാത്രത്തിൽ, ചട്ടിയിൽ, അത്ര ഇല്ല കാണാൻ വേറൊന്നും ഉണ്ടായില്ല. അത് 2000 കൊല്ലം പഴക്കമുണ്ട്. 2500 കൊല്ലം ആരോ ചാവും കൊണ്ടു ബോഡി പണ്ടത്തെ. പുരാവസ്തു വകുപ്പിന്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന പയ്യന്നൂർ ഗാന്ധി സ്മൃതി മ്യൂസിയത്തിലേക്കാണ് ഇവ മാറ്റിയത്. ന്യൂസ് ബ്യൂറോ, ബന്ദർക്ക.